ഹലോ മലയാളി മക്കളെ വണക്കം. ഇത് വീക്കിലി ടാസ്ക് ആണോ അതോ വേറെ വല്ലതുമാണോ എന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഈ 12 കൊല്ലം പട്ടിയുടെ വാല് ഈ കുഴലിട്ടാലേ അത് വളഞ്ഞു തന്നെ ഇരിക്കുള്ളൂ എന്നുള്ളൊരു പഴഞ്ചൊല്ല് പോലെ തന്നെ ഇവർക്ക് ഏത് ടാസ്ക് കൊടുത്താലും ഇവർക്ക് വഴക്കുണ്ടാക്കൽ മാത്രമേ ഉള്ളൂ. ഇത് കട്ട കൊണ്ട് അടി പിടി ഫൈറ്റ്, അതേപോലെ തന്നെ ആർഗ്യുമെൻറ്റ് ഇഞ്ചറി ഇത് മാത്രമേ ഇവർക്കുള്ളൂ. നോക്കി കണ്ട ഒരു ടാസ്ക് കൃത്യമായിട്ട് കളിക്കാൻ പറ്റുന്നില്ല. എന്താണ് ബിഗ് ബോസ് തന്നിരിക്കുന്ന റൂൾസ് അത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്ത് അതേപോലെ കളിക്കാൻ ഇവർക്ക് കൊണ്ട് പറ്റുന്നില്ല. ഇവർക്ക് തോന്നിയ രീതി ഇവർ കളിക്കും, എന്നിട്ട് അത് ബിഗ് ബോസ് അക്സെപ്റ്റ് ചെയ്തോണം എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ കളിച്ചത്. സത്യം പറഞ്ഞാൽ ഇന്ന് ടാസ്ക് മൊത്തം അടിയായിരുന്നു. പ്രത്യേകിച്ച് ഇതിൽ പറയാൻ മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല. റാണവ് രാവിലെ തന്നെ പെയിനിലും നിൻ്റെ സൗണ്ട് മാത്രമേ കേൾക്കാൻ പറ്റുന്നുള്ളൂ, അത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു സൗന്ദര്യോട് പറയുന്നുണ്ട്. അപ്പം എന്നാണ് അതേപോലെ നീ ഇതിനു മുന്നേ ഇങ്ങനെയൊക്കെ അഭിനയിച്ചതുകൊണ്ട് ഞാൻ ഓർത്തു അങ്ങനെയാണെന്ന്, അല്ലാതെ പെട്ടെന്ന് നീ യഥാർത്ഥമെന്ന് വിചാരിക്കാൻ എനിക്ക് പറ്റുന്നില്ലായിരുന്നു എന്ന് സൗന്ദര്യ ആൻസറും പറയുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് പിന്നെ ബിഗ് ബോസ് അനൗൺസ്മെൻറ്റ് ചെയ്യുകയാണ്. അതായത് ടാസ്കിൽ ഇനി റാണുവിന് പങ്കെടുക്കാൻ പറ്റത്തില്ല. അപ്പം ടാസ്കിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പങ്കാളി മഞ്ചരി മുത്തുക്കുമാറും ദീപകിൻ്റെ കൂട്ടത്തിലും ചേരുന്നു. അവർ ആ കല്ലും എടുത്തേക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ വീണ്ടും ടാസ്ക് കളിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടെ ബാക്കിയുള്ള 3 ഗ്രൂപ്പും കൂടെ ടാർഗറ്റ് ചെയ്യുന്ന സൗന്ദര്യയുടെ ഗ്രൂപ്പാണ്. അത് അരുണ, വിശാല്, സൗന്ദര്യം കൂടെയുള്ള എല്ലാ കട്ടയും എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അത് കഴിയുമ്പം ഏറ്റവും കുറവുള്ള കല്ലുകളുള്ള ഗ്രൂപ്പ് ഔട്ടാവും എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര അടിയാണ് കേട്ടോ. അതായത് കല്ലുകൾ നമ്മുടെ മുത്തുക്കുമറിൻ്റെയൊക്കെ കല്ലെടുത്തുകൊണ്ട് പോകുന്നു. അൻഷിത മഞ്ചരിയെ പിടിച്ച് മറിഞ്ഞ് കിടക്കുന്നു. പവിത്ര മുത്തുക്കുമറിൻ്റെ കാലെ കിടക്കുന്നു. ദീപക് ജഫ്രിയെ പിടിച്ചിരിക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ജഫ്രി കള്ളക്കളി കളിക്കുന്നു. അൻഷിത കള്ളക്കളിയാണെന്ന് അറിഞ്ഞിട്ടും, അതായത് കട്ട അതിനകത്ത് പാത്ത് വെച്ചിട്ടും കള്ളക്കളിയാണെന്ന് അറിഞ്ഞിട്ട് അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതിനെപ്പറ്റി സംസാരിക്കുന്നു, ആർഗ്യുമെൻ്റ് ആകുന്നു. ഞങ്ങളടുത്ത് വെച്ചില്ലേ പിന്നെ എന്താ അങ്ങനെ ഇങ്ങനെ, നിങ്ങളെല്ലാം ഭയങ്കര നല്ലവണ്ണം കളിക്കുന്ന ആൾക്കാർ അങ്ങനെ. അതായത് അൻഷിതയുടെ സ്ഥിരം ഒരു 3-4 വീക്കിലി ടാസ്ക്കായിട്ട് അനിശ്ചിത കാണിക്കുന്നത് അതേ സ്ഥിരം. അതായത് കാറി പറയുക, ഒരു ബന്ധമില്ലായ്മയായിട്ട് പറയുക, അതേപോലെ തന്നെ കാറി പറഞ്ഞാൽ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്നുള്ള രീതിയിൽ. അതേപോലെ പവിത്രയോട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്ന വിശാൽ, അതേപോലെ ജാക്ലിനോട് സംസാരിക്കുന്നെങ്കിലും അൻഷിതയോട് അങ്ങനെയല്ല സംസാരിക്കുന്നത് എന്ന് നമുക്കും മനസ്സിലായിട്ടുണ്ട്. അതായത് ടർഷിക പോയതിന് ഇനി വേണമല്ലോ ബാലൻസ് ഫോളോ ചെയ്യണ്ടേ, അവിടെ നിന്ന് പോയിരിക്കുകയല്ലേ. അപ്പോൾ പിന്നെ ഇനി അടുത്തത് അൻഷിതയുടെ പുറകെ പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ വിശാലിന് ചെയ്യുന്നതായിട്ട്. വിശാൽ അല്ലെങ്കിൽ അൻഷിതയ്ക്ക് അടിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം. അപ്പം അൻഷിതയോട് മാത്രം കൂളായിട്ട് സംസാരിക്കുന്നത് നമുക്ക് തോന്നി. അത് ജാക്ലിൻ മുഖത്ത് നോക്കി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മഞ്ചരി നമ്മുടെ പവിത്ര വന്ന് കടിക്കുന്നുണ്ട്. അപ്പം അത് കഴിയുമ്പം അൻഷിത വഴക്കുണ്ടാക്കുന്നത്. ഇവർ ഈ 3 പേരടങ്ങുന്ന ഗ്രൂപ്പ് കള്ളത്തരങ്ങൾ മാത്രം കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. ബാക്കി എല്ലാവരും നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. പക്ഷേ ഇവർ മാത്രം ഭയങ്കരമാണ്. ഇതിൻ്റെ ഇടയ്ക്ക് അരുണിന് ഇഞ്ചുറി ഉണ്ടാവുന്നുണ്ട്, രഞ്ജിത്തിന് ഇഞ്ചുറി ആവുന്നുണ്ട്, അൻഷിതയ്ക്ക് ഇഞ്ചുറി ഉണ്ടാവുന്നെന്ന് പറയുന്നു. അത് മുത്തുക്കുമറിന് മസിൽ കയറുന്നുണ്ട്. അപ്പം ആദ്യമേ അൻഷിതയും ജാക്ലിനും കൂടെയാണ് ഫൈറ്റ് ഉണ്ടാവുന്നത്. അതായത് ആ ടാസ്കിൽ ഒളിച്ചു വെച്ചെന്ന് പറഞ്ഞിട്ട് അത് എല്ലാവരും ഭയങ്കരമായിട്ട് കളിക്കുന്നില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ റൂള് തെറ്റിച്ചെന്നൊക്കെ പറഞ്ഞ് പവിത്രയും ജാക്ലിനും കൂടെ എന്ന് പറയുന്നത്, അതായത് ജാക്ലിൻ പറയുന്നത് നീ കളിക്കുന്ന ഗെയിം തെറ്റാണ്, കടിക്കരുത്, നമ്മൾ ഒരാളെ അറ്റാക്ക് ചെയ്യണം പക്ഷെ കടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസിൽ ആർഗ്യുമെൻ്റ് ഉണ്ടാകുന്നുണ്ട്. പിന്നെ പവിത്രയും മഞ്ചരിയും ജാക്ലിൻ, അതായത് മഞ്ചരിയും കടിക്കുന്നുണ്ട് പവിത്ര. അപ്പം അത് 3 പേരും കൂടെ അവർ വഴക്കുണ്ടാക്കുന്നു. വിശാലും ജാക്ലിനും അൻഷിതയും പവിത്രയും. അതായത് വിശാൽ ക്യാപ്റ്റനായിട്ട് ഇവരുടെ ഇടയ്ക്ക് നിൽക്കുകയാണ്. അൻഷിതയോട് മാത്രം ഈ നല്ല സോഫ്റ്റായിട്ട് സംസാരിക്കുന്നു. ബാക്കി 2 പേരോടും ഭയങ്കര കയർത്ത് സംസാരിക്കുന്നു, അങ്ങനെ ചെയ്യുന്നു. അപ്പോൾ അത് ഫൈറ്റാണ്. അതേപോലെ അരുണിന് പരിക്കേൽക്കുന്നുണ്ട്. പിന്നെ മഞ്ചരി ഇങ്ങനെ അൻഷിത ഇങ്ങനെ തലയും കാലുമൊക്കെ വെച്ച് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതേപോലെ പവിത്രയും ലോക്ക് ചെയ്ത് നമ്മുടെ മുത്തുക്കുമർ വെച്ചിരിക്കുകയാണ്. അങ്ങനെ ആയപ്പോഴത്തേക്ക് വിശാലൊക്കെ കണ്ടു ഇവരെന്താണ് ടാസ്ക്കായിട്ട് കളിക്കുന്നില്ലേ, എന്താ കളിക്കുന്നത്, ഇവരിങ്ങനെ കളിച്ച് കഴിഞ്ഞാൽ വേദന എടുക്കത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് കരകരച്ചിലാണ്. സത്യം പറഞ്ഞാൽ അതിൽ അൻഷിത ലോക്കായിട്ട് കിടക്കുന്നത് കണ്ടിട്ടാണ് ഇപ്പോൾ നമ്മുടെ വിശാലിനങ്ങൾ സങ്കടം കൊണ്ട് മുഖത്തിട്ട് സങ്കടം വന്നിട്ട് വിശാലിന് വയ്യ, ക്യാപ്റ്റനല്ല ഞാനങ്ങ് വിശാലാണ്, എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമാണ് അൻഷിത അങ്ങനെ കിടക്കുന്ന. പക്ഷേ മഞ്ചരിക്കിട്ട് നല്ല രീതിയിൽ പരിക്കേൽപ്പിക്കാനാണ് അൻഷിത കിടക്കുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക്
ടാസ്ക് ഇന്നത്തെ തീർന്നിരിക്കുകയാണ്. പിന്നീട് എല്ലാവരും പതിവ് ജോലികളൊക്കെ ചെയ്ത് സംസാരിച്ചിരിക്കുന്ന ആട്ടോ ഇന്ന് കാണിച്ചിരിക്കുന്നത്. നാളെയാണ് എന്താണ് ആരാണ് ജയിച്ചതെന്നൊക്കെ അറിയാമെന്ന്. നാളെ ഒന്നും കൂടെ നല്ല രീതിയിൽ കളിച്ചാൽ ഞാൻ സപ്പോർട്ട് നിൽക്കുന്നത് മഞ്ചരി, ദീപക്, അതേപോലെ തന്നെ മുത്തുക്കുമര. കാരണം 3 പേര് അസാധ്യമായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. അസാധ്യം എന്ന് പറഞ്ഞാൽ അസാധ്യമായിട്ട് കളിക്കുന്നുണ്ട്. പ്ലാൻ ചെയ്ത് അവർ കളിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ആര് ജയിക്കുമെന്നൊക്കെ.